ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനം നയിച്ച കാലയളവ്. പക്ഷെ ചില നിയന്ത്രണങ്ങളും ഗവൺമെന്റ് കൊണ്ടുവന്നു. മാർച്ച് മാസം 30-ാം തീയതിയിലെത്തുമ്പോൾ ആ സാമ്പത്തിക വർഷത്തെ പണം ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്ത വർഷം ചെലവഴിക്കാം, ഇല്ലെങ്കിൽ തൊട്ടടുത്തൊരു നിശ്ചിത ശതമാനം ചെലവഴിക്കാം എന്നുള്ള ഇളവുകളെല്ലാം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ സമയബന്ധിതമായി പദ്ധതി വിഹിതം കൊടുക്കുകയും മികച്ച ഒരു വിഹിതം അതിനുവേണ്ടി നീക്കിവെക്കുകയും ചെയ്യുന്ന ഗവൺമെന്റ് അങ്ങനെ കൊടുക്കുന്ന പണത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അപ്പോൾ 100 രൂപ നമ്മുടെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിന് കിട്ടിയാൽ, രാമപുരം ഗ്രാമപഞ്ചായത്തിന് കിട്ടിയാൽ ആ 100 രൂപ ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പണം നഷ്ടപ്പെട്ടു എന്ന് കരുതുക. നമ്മൾ ഉത്തരവാദിത്വത്തോടുകൂടി ലഭിച്ച പണം പൂർണ്ണമായി ചെലവഴിക്കുന്നതിന് വേണ്ടി പദ്ധതി ആസൂത്രണവും ആസൂത്രണ പ്രക്രിയയുടെ ഭാഗമായി ഇടപെടലുകളും നടത്തിയാൽ മാതൃകാപരമായി പോവാൻ കഴിയുന്ന, ഏറ്റവും മികച്ച മാതൃകകളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒട്ടനവധിയായ അവസരങ്ങളാണ് തുറന്നു തന്നത്. ഒരു പ്രത്യേക പദ്ധതി ഒരു ഗ്രാമപഞ്ചായത്തിനുണ്ടോ? ആ പ്രത്യേക പദ്ധതി ഗവൺമെന്റിന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ അത് പരിശോധിച്ച് അത് പരിഗണനാർഹമായ പദ്ധതിയാണെങ്കിൽ അതിനീ പറയപ്പെട്ട മുമ്പ് സൂചിപ്പിക്കപ്പെട്ട 30% നിന്നല്ല പുറത്തുനിന്നും ബഡ്ജറ്റ് വിഹിതം കൊടുക്കാൻ തീരുമാനിച്ചൊരു കാലയളവ് കൂടിയാണിത്. അത്തരത്തിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികളൊന്നും ഈ കാലയളവിൽ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ ഭരണസമിതിയെ സംബന്ധിച്ച്, ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും അപമാനകരമായ കാര്യം. നിങ്ങൾ ആവശ്യപ്പെടുന്ന വിധത്തിൽ നിങ്ങൾക്കൊരു പദ്ധതി ആവിഷ്കരിച്ച് നിങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിലെത്തിയാൽ അത് എത്ര കോടി രൂപയുടെ പദ്ധതിയാണെങ്കിലും ആ പദ്ധതിക്ക് ആവശ്യമാകുന്ന ധനസഹായം നൽകാം എന്ന നിലപാട് സ്വീകരിച്ച കാലയളവ്. നമ്മുടെ നാട്ടിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൂട്ടായ്മയുണ്ടാക്കി കൃത്യമായ പ്രൊജക്ട് റിപ്പോർട്ട് സഹിതം ഗവൺമെന്റിനെ സമീപിച്ചാൽ, വ്യവസായ വകുപ്പിനെ സമീപിച്ചാൽ മുമ്പ് സൂചിപ്പിച്ച ഒരു ഗണത്തിലും ഉൾപ്പെടുത്താതെ അവർക്ക് ആവശ്യമാവുന്ന പണം വ്യവസായ വകുപ്പും ഒപ്പം തന്നെ നമ്മുടെ ഉയർന്ന തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിഹിതമായി കൊടുക്കുമെന്ന് തീരുമാനിച്ച കാലയളവ്. ഒരു സംരംഭം ആരംഭിക്കുന്നതിന് ഒരാൾ അപേക്ഷ നൽകി അത് ഗ്രാമസഭ പാസാക്കി ഗവൺമെന്റിന്റെ മുമ്പിലെത്തിയാൽ ആരംഭിക്കുന്ന സംരംഭത്തിന്റെ മുതൽ മുടക്ക് 5 ലക്ഷമാണെങ്കിൽ അതിന്റെ 75% വനിതാ സംരംഭമാണെങ്കിൽ 3,75,000 രൂപ അവരെടുത്ത വായ്പയ്ക്ക് ഗവൺമെന്റ് അടയ്ക്കും. 1.25 സംരംഭകർ അടച്ചാൽ മതി. അങ്ങനെ ഏറ്റവും മാതൃകാപരമായ ഒട്ടനവധി വികസന പദ്ധതികൾ കേരളത്തിന്റെ മുമ്പിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന് നമ്മുടെ ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് കുതിപ്പ് പകരുന്ന വിധത്തിൽ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്തുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായ പദ്ധതി ആവിഷ്കരിച്ചു കൊണ്ടുവരികയും അതിനെ സംബന്ധിച്ച് നിരന്തരമായി റിവ്യൂ നടത്തുകയും ചെയ്യുന്ന ഒരു കാലയളവാണ് കടന്നുപോയത്. എന്നാൽ ആ സൂചിപ്പിക്കപ്പെട്ട പ്രകാരമുള്ള പദ്ധതികളെ ആസൂത്രണം ചെയ്യാനോ സമയബന്ധിതമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെയും ഗവൺമെന്റിന്റെയും മുമ്പിൽ കൊണ്ടുവരാനോ കഴിഞ്ഞില്ല എന്നതാണ് രാമപുരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അപമാനകരമായ കാര്യം. ഇവിടെ മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചു ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനം നയിച്ച കാലയളവ്. പക്ഷെ ചില നിയന്ത്രണങ്ങളും ഗവൺമെന്റ് കൊണ്ടുവന്നു. മാർച്ച് മാസം 30-ാം തീയതിയിലെത്തുമ്പോൾ ആ സാമ്പത്തിക വർഷത്തെ പണം ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്ത വർഷം ചെലവഴിക്കാം, ഇല്ലെങ്കിൽ തൊട്ടടുത്തൊരു നിശ്ചിത ശതമാനം ചെലവഴിക്കാം എന്നുള്ള ഇളവുകളെല്ലാം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ സമയബന്ധിതമായി പദ്ധതി വിഹിതം കൊടുക്കുകയും മികച്ച ഒരു വിഹിതം അതിനുവേണ്ടി നീക്കിവെക്കുകയും ചെയ്യുന്ന ഗവൺമെന്റ് അങ്ങനെ കൊടുക്കുന്ന പണത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അപ്പോൾ 100 രൂപ നമ്മുടെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിന് കിട്ടിയാൽ, രാമപുരം ഗ്രാമപഞ്ചായത്തിന് കിട്ടിയാൽ ആ 100 രൂപ ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പണം നഷ്ടപ്പെട്ടു എന്ന് കരുതുക. നമ്മൾ ഉത്തരവാദിത്വത്തോടുകൂടി ലഭിച്ച പണം പൂർണ്ണമായി ചെലവഴിക്കുന്നതിന് വേണ്ടി പദ്ധതി ആസൂത്രണവും ആസൂത്രണ പ്രക്രിയയുടെ ഭാഗമായി ഇടപെടലുകളും നടത്തിയാൽ മാതൃകാപരമായി പോവാൻ കഴിയുന്ന, ഏറ്റവും മികച്ച മാതൃകകളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒട്ടനവധിയായ അവസരങ്ങളാണ് തുറന്നു തന്നത്. ഒരു പ്രത്യേക പദ്ധതി ഒരു ഗ്രാമപഞ്ചായത്തിനുണ്ടോ? ആ പ്രത്യേക പദ്ധതി ഗവൺമെന്റിന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ അത് പരിശോധിച്ച് അത് പരിഗണനാർഹമായ പദ്ധതിയാണെങ്കിൽ അതിനീ പറയപ്പെട്ട മുമ്പ് സൂചിപ്പിക്കപ്പെട്ട 30% നിന്നല്ല പുറത്തുനിന്നും ബഡ്ജറ്റ് വിഹിതം കൊടുക്കാൻ തീരുമാനിച്ചൊരു കാലയളവ് കൂടിയാണിത്. അത്തരത്തിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികളൊന്നും ഈ കാലയളവിൽ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ ഭരണസമിതിയെ സംബന്ധിച്ച്, ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും അപമാനകരമായ കാര്യം. നിങ്ങൾ ആവശ്യപ്പെടുന്ന വിധത്തിൽ നിങ്ങൾക്കൊരു പദ്ധതി ആവിഷ്കരിച്ച് നിങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിലെത്തിയാൽ അത് എത്ര കോടി രൂപയുടെ പദ്ധതിയാണെങ്കിലും ആ പദ്ധതിക്ക് ആവശ്യമാകുന്ന ധനസഹായം നൽകാം എന്ന നിലപാട് സ്വീകരിച്ച കാലയളവ്. നമ്മുടെ നാട്ടിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൂട്ടായ്മയുണ്ടാക്കി കൃത്യമായ പ്രൊജക്ട് റിപ്പോർട്ട് സഹിതം ഗവൺമെന്റിനെ സമീപിച്ചാൽ, വ്യവസായ വകുപ്പിനെ സമീപിച്ചാൽ മുമ്പ് സൂചിപ്പിച്ച ഒരു ഗണത്തിലും ഉൾപ്പെടുത്താതെ അവർക്ക് ആവശ്യമാവുന്ന പണം വ്യവസായ വകുപ്പും ഒപ്പം തന്നെ നമ്മുടെ ഉയർന്ന തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിഹിതമായി കൊടുക്കുമെന്ന് തീരുമാനിച്ച കാലയളവ്. ഒരു സംരംഭം ആരംഭിക്കുന്നതിന് ഒരാൾ അപേക്ഷ നൽകി അത് ഗ്രാമസഭ പാസാക്കി ഗവൺമെന്റിന്റെ മുമ്പിലെത്തിയാൽ
ആരംഭിക്കുന്ന സംരംഭത്തിന്റെ മുതൽ മുടക്ക് 5 ലക്ഷമാണെങ്കിൽ അതിന്റെ 75% വനിതാ സംരംഭമാണെങ്കിൽ 3,75,000 രൂപ അവരെടുത്ത വായ്പയ്ക്ക് ഗവൺമെന്റ് അടയ്ക്കും. 1.25 സംരംഭകർ അടച്ചാൽ മതി. അങ്ങനെ ഏറ്റവും മാതൃകാപരമായ ഒട്ടനവധി വികസന പദ്ധതികൾ കേരളത്തിന്റെ മുമ്പിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന് നമ്മുടെ ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് കുതിപ്പ് പകരുന്ന വിധത്തിൽ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്തുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായ പദ്ധതി ആവിഷ്കരിച്ച് കൊണ്ടുവരികയും അതിനെ സംബന്ധിച്ച് നിരന്തരമായി റിവ്യൂ നടത്തുകയും ചെയ്യുന്ന ഒരു കാലയളവാണ് കടന്നുപോയത്. എന്നാൽ ആ സൂചിപ്പിക്കപ്പെട്ട പ്രകാരമുള്ള പദ്ധതികളെ ആസൂത്രണം ചെയ്യാനോ സമയബന്ധിതമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെയും ഗവൺമെന്റിന്റെയും മുമ്പിൽ കൊണ്ടുവരാനോ കഴിഞ്ഞില്ല എന്നതാണ് രാമപുരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അപമാനകരമായ കാര്യം. ഇവിടെ മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചു, നവകേരള വികസനത്തിനുതകുന്ന ഒട്ടനവധി വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് കൊണ്ടുവന്നത്. നോളജ് എക്കോണമി